അങ്ങനെ ഫൈനലി നമ്മളെല്ലാവരും കാത്തിരുന്ന ആ ഒരു ദിവസം എത്തിയിരിക്കുകയാണ്, നമ്മുടെ 7ാം ക്ലാസ്സിൻ്റെ റിസൾട്ട് അറിയുന്ന ദിവസം. അപ്പോൾ ഇന്ന് നമ്മുടെ 7ാം ക്ലാസ്സിൻ്റെ റിസൾട്ടൊക്കെ അനൗൺസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരുടെയും റിസൾട്ടൊക്കെ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഭൂരിഭാഗം നമ്മുടെ മക്കളെല്ലാവരും പാസ്സായിട്ടുണ്ടായിരിക്കും എന്നുള്ള കാര്യം മിസ്സിന് അറിയാം. അപ്പോൾ ഇനി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 7ാം ക്ലാസ്സിൽ നിന്ന് എൻ്റെ കുട്ടികൾ ഇനി 8ാം ക്ലാസ്സിലേക്കാണ് മാറുന്നത് അല്ലേ. അപ്പോൾ 8ാം ക്ലാസ്സിനെ അടിപൊളിയായിട്ട് സെറ്റാക്കണ്ടേ? നമ്മൾ 7ാം ക്ലാസ്സിൽ എന്തൊക്കെയാണോ നമ്മൾ പഠിച്ചത് അതിൻ്റെയൊക്കെ, അല്ലെങ്കിൽ നമ്മൾ എത്രത്തോളം എഫേർട്ട് എടുത്തു അതിൻ്റെ ഡബിൾ പവറോട് കൂടിയിട്ട് വേണം നമ്മുടെ 8ാം ക്ലാസ് നമുക്ക് സെറ്റാക്കാനായിട്ട്. അപ്പോൾ ഒരു വിഷമവും വിചാരിക്കേണ്ട, നിങ്ങൾക്ക് 8ാം ക്ലാസ്സിൽ നിങ്ങൾക്ക് പാസ്സാവാനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരാനും, പാസ്സാവും മാത്രമല്ല അല്ലെ 7, 8 പഠിക്കുമ്പോഴുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു 7, 8 പഠിക്കുന്നത് അല്ലേ. ഇപ്പോൾ നമുക്കറിയാം ഇതൊക്കെ എന്താണ് വലിയ വലിയ ക്ലാസ്സസിലൊക്കെ നമ്മൾ എത്തുന്ന സമയത്ത്, ഇപ്പോൾ 10ാം ക്ലാസ്സൊക്കെ എത്തുന്ന സമയത്ത് അവിടെ നമുക്ക് കൂളായിട്ട് പാസ്സാവാൻ അല്ലെങ്കിൽ കൂളായിട്ട് പഠിച്ചെടുക്കാനുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ 7ലും 8ലൊക്കെയാണ് പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ബേസ് കറക്റ്റ് ആയിരിക്കണം. എന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് വലിയ വലിയ ക്ലാസ്സൊക്കെ എത്തുന്ന സമയത്ത് കൂളായിട്ട് പഠിച്ചെടുക്കാനായിട്ട് സാധിക്കുള്ളൂ, അല്ലെങ്കിൽ ആ സമയത്ത് കുറച്ച് കഷ്ടപ്പെടും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് 8ാം ക്ലാസ്സിലുള്ള എല്ലാ കാര്യങ്ങളും ഫ്രം ദ ബേസ് മുതൽ നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് നമ്മുടെ 8ാം ക്ലാസ്സിൻ്റെ ശക്തി ബാച്ച് ഉണ്ട്. അപ്പോൾ ശക്തി ബാച്ചിൽ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കണം എന്നാണെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ അഡ്മിഷൻ എടുത്തോളൂ. കാരണം ശക്തി ബാച്ചിൻ്റെ ആ ഒരു ബാച്ച് ലോഞ്ച് ചെയ്യുന്ന ദിവസം എന്ന് പറയുന്നത് മെയ് 20-ാം തീയതിയാണ്. ദെൻ മെയ് 22-ാം തീയതി മുതൽ നമ്മുടെ ബാച്ചിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ പിന്നീട് അവിടെ നമ്മുടെ ക്ലാസ്സസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ആദ്യം മുതലുള്ള ക്ലാസ്സസ് ഒക്കെ കറക്റ്റായിട്ട് എൻ്റെ കുട്ടികൾക്ക് കാണണം എന്നാണെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ അഡ്മിഷൻ എടുത്തോളൂ, കാരണം അവസാനത്തേക്ക് വെച്ചിരിക്കണം. ഓക്കെ, അപ്പോൾ ഒന്നുകൂടെ മിസ് പറയുകയാണ്, ഇപ്പോൾ റിസൾട്ടൊക്കെ അറിഞ്ഞ സ്ഥിതിക്ക് എല്ലാവർക്കും കൺഗ്രാറ്റ്സ്. അപ്പോൾ നന്നായിട്ട് തന്നെ ഇനിയുള്ള ദിവസങ്ങൾ നന്നായിട്ട് തന്നെ പഠിക്കുക. നിങ്ങൾ കഴിഞ്ഞ മിസ്സിന് അറിയാം ലാസ്റ്റത്തെ നമ്മുടെ എക്സാമിൻ്റെ സമയത്തൊക്കെ ഒത്തിരി എഫേർട്ട് നമ്മുടെ കുട്ടികൾ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേപോലെ തന്നെ ഫുൾ എനർജിയോട് കൂടെ തന്നെ നമ്മൾ ഇനി പഠിക്കും, നല്ല അടിപൊളിയായിട്ട് സെറ്റാക്കും. ഓക്കെ, അപ്പോൾ താങ്ക് യു മക്കളെ.